അല്ല, ഇന്നിപ്പോൾ പ്രധാനമന്ത്രി വരുന്നതിൻ്റെ ഭാഗമായി 24 മണിക്കൂർ മുമ്പ് സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഇവിടെ ജനകീയ തെരച്ചിൽ നിർത്തേണ്ടി വരും. പക്ഷേ ഞായറാഴ്ച ജനകീയ തെരച്ചിൽ തുടരും, മുന്നോട്ട് പോകും. ഇപ്പോഴത്തെ ഒരു അറിയിപ്പ് പ്രകാരം പ്രധാനമന്ത്രി 11:55 ഇവിടെ ലാൻഡ് ചെയ്യും. കണ്ണൂർ എയർപോർട്ടിൽ നിന്നാണ് വരുന്നത്. പിന്നെ റോഡ് മാർഗം ഇവിടെ വരും, ബെയിലി പാലത്തിൻ്റെ സമീപ പ്രദേശത്ത് വരും. അതുപോലെ തന്നെ മറ്റ് ചില ഇടങ്ങളിൽ പോകുമെന്നാണ് വിവരം. അതൊരു ഉച്ചയോടുകൂടി അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ വിവരങ്ങൾ കിട്ടും. കേന്ദ്ര സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര സംഘം കലക്ട്രേറ്റിൽ ഇപ്പോൾ ഒരു ചെറിയ ചർച്ച ഞങ്ങളുമായി വെച്ചിട്ടുണ്ട്. ഞാനതിനകത്ത് ഇവിടുത്തെ MLA ഉൾപ്പെടെ ഉള്ള ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു ടീം അതിന് പോകുന്നുണ്ട്. ഞങ്ങൾ അവരെ കാണുന്നുണ്ട്. ദേശീയ ദുരന്തമായി ഈ ദുരന്തത്തെ പ്രഖ്യാപിക്കണമെന്നുള്ള ഞങ്ങളുടെ നിലപാട് അറിയിക്കും. മറ്റ് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടതൊക്കെ സംസാരിക്കും. പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി അദ്ദേഹം ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് സാധ്യമാകുന്ന എല്ലാ പിന്തുണയും നൽകുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഞായറാഴ്ചയും ഇതുപോലെ ഇത്ര ആളുകളായിരിക്കും അതോ കൂടുതൽ ആളുകൾ? നമ്മളിപ്പോൾ 190 പേരാണ് ക്യാമ്പിൽ നിന്നുള്ളവർ ഇവിടെ വരാൻ സന്നദ്ധത അറിയിച്ചിട്ടുള്ളത്. ഇതിൽ നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യം, നമുക്ക് തന്നെ, നിങ്ങളായാലും ഞാനായാലും നമുക്കൊക്കെ ഇവിടെ ഒറ്റക്കൊന്ന് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞ അനുഭവങ്ങളുണ്ട് ഈ നാടിനെ പറ്റി. കുട്ടികൾ ഓടിക്കളിക്കുന്നു, പ്രായമായവരിയ്ക്കുന്നു. പരസ്പര സ്നേഹത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെ ഒരു നാടാണ്. അപ്പം നമുക്ക് തന്നെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ കുട്ടികളുടെ ഒച്ചയും ഒക്കെ വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളും ശ്രദ്ധിച്ചു നോക്കൂ, അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് നമുക്കൊക്കെ. അപ്പോൾ ഈ മണ്ണിൽ ജനിച്ച് കളിച്ച് വളർന്നവർക്ക് പെട്ടെന്ന് പിന്നീട് ദുരന്തത്തിന് ശേഷം ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രയാസങ്ങൾ നമ്മൾ കാണാതിരുന്നു കൂടാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുടുംബം അതുപോലെ പ്രധാനമാണ്. മണ്ണ്, പലരും ജോലിക്ക് വിദേശത്തും അല്ലെങ്കിൽ പഠിക്കാനൊക്കെ ഇപ്പോൾ പോകുന്നുണ്ടെങ്കിലും വലിയൊരു ശതമാനവും ജനിച്ച് വളർന്നെടുത്ത് ആ മണ്ണിൽ തന്നെ ജീവിക്കുന്നവരാണ്. അവർക്ക് മണ്ണ് വിട്ടു പോവുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മാനസിക പ്രയാസമാണ്. ആ മണ്ണിൻ്റെ അവസ്ഥ ആകെ മാറിയിരിക്കുകയാണ്. ഈ ഭൂമി, ഈ പ്രദേശം തന്നെ ആകെ മാറിയിരിക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് പലർക്കും ഉണ്ടാകുന്നൊരു പ്രയാസം ഉണ്ട്. അതുകൊണ്ട് നല്ല മെൻ്റൽ സ്ട്രെങ്ത്ത് ഉറപ്പ് വരുത്തുന്ന നിലയിലുള്ളവരെ എവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി പാടുമെന്ന് ഞങ്ങൾ പൊതുവെ കരുതിയിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും.